നമുക്ക് ഏതെങ്കിലും വണ്ടി വിളി കാല് ചുളുങ്ങാതെ സ്റ്റഡി ആയിട്ട് വണ്ടി കൊണ്ട് കയറ്റിയാൽ മതി. വേറെ ഒന്നും ഇപ്പൊ നോക്കണ്ട. ജസ്റ്റിസ് മാഡം അവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നില്ലേ? ആളുടെ ഹസ്ബൻഡ് അല്ലേ? ഇവിടുന്ന് എനിക്ക് തോന്നുന്ന ഈ ബൽക്കേർ വരെ എനിക്ക് തോന്നുന്ന 50 മീറ്റർ പോലും ഇല്ല. വളരെ വൃത്തിയുള്ള ഔദ്യോഗിക വാഹനത്തിൽ ഈ സ്ത്രീയെ കയറ്റി കഴിഞ്ഞാൽ ഒരുപാട് രക്തം ആ വണ്ടിയിൽ പറ്റും. ചായ കുടിച്ചുകൊണ്ട് ഇത് പറയുന്നുണ്ട്. നിങ്ങളാരും ഇതിനെ മുഖവിലേക്ക് എടുക്കാതിരിക്കരുത്. മനി ചായ ഒന്ന് കുടിച്ചടാ, സീരിയസ് ആയിട്ട് പറയട്ടെ. നമസ്കാരം, ഞാൻ ജെയിംസ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ എറണാകുളം ഭാഗത്തു നിന്നും ഒരു ബൈക്കിൽ ഈ വൈറ്റിലെ ജംഗ്ഷനിലേക്ക് വരികയാണ്. ഈ ഗ്രീൻ സിഗ്നൽ കാണുന്നുണ്ടല്ലോ. ഈ സിഗ്നലിന്റെ തൊട്ടടുത്തായിട്ട് ഒരു പെൺകുട്ടിയെ എടുത്ത് അവിടെ തറ കിടത്തിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ ഉച്ചത്തിലുള്ള നിലവിളി, ആ നിലവിളി കേട്ടാണ് ഞാൻ എൻ്റെ ബൈക്ക് അവിടെ ഒതുക്കി ഓടി അങ്ങോട്ട് ചെല്ലുന്നത്. അവിടെ ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് ഒന്ന് എത്ര മിനിറ്റ് എമർജൻസി ആണ്. നമുക്ക് ഏതെങ്കിലും വണ്ടി വിളിക്കും. ഏതെങ്കിലും വണ്ടി വിളിച്ച് നമുക്ക് ഈ വെൽക്കർ തൊട്ടടുത്ത വെൽക്കറിലേക്ക് കൊണ്ടുവന്നേ. ഏതെങ്കിലും വണ്ടി നിർത്തും. അല്ല, ഏതെങ്കിലും വണ്ടി കടന്നു നിർത്തുന്നേ. വരൂ, എല്ലാവരും വരൂ. ഇവിടെ കോട്ടയം റൂട്ട് അങ്ങോട്ടേക്ക് ആലപ്പുഴ തിരുവനന്തപുരം ആ ഭാഗത്തു നിന്ന് വന്ന ലോറി ഇവിടെ വെച്ചിട്ട് ആ പെൺകുട്ടിയെയും പയ്യനെയും കൂടി ഇടിച്ചോട് തെറിപ്പിക്കുകയാണ്. ഈ ലോറി ഇടിച്ച പയ്യനും പെൺകുട്ടിയും ഇവിടെ തെറിച്ചു വീഴുകയാണ്. പെൺകുട്ടിയെ എടുത്തത് ഈ പടിയിൽ കിടത്തുന്നു. അവൾ ഇവിടെ കിടക്കുകയാണ്. ഇതിന്റെ ചുറ്റിനും ഒരുപാട് പേർ കൂടി നിൽക്കുകയാണ്. വലിയൊരു ജനസമൂഹമുണ്ട്. രാത്രി 10 മണി 10:30 മണി സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആരും ഇല്ലാത്ത സമയമൊന്നുമില്ല. എല്ലാവരും കൂടി നിൽക്കുകയാണ്. ഒരാൾ പോലും ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. അതിന് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നിന്ന് കൃത്യം ഒരു 150 മീറ്റർ അപ്പുറത്ത് ആ ബിൽഡിംഗ് നമുക്ക് കാണാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം, കണ്ടോ, വലിയൊരു ബിൽഡിംഗ് ഉണ്ട് അവിടെ. ആ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ വൈറ്റില ജംഗ്ഷനിലെ ഏറ്റവും അടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിലേക്ക് ഇവിടെ നിന്ന് വെറും 100 മീറ്ററേ ഉള്ളൂ. ഇവിടെ നിന്ന് താങ്ങി പിടിച്ചുകൊണ്ട് ഓടിയാൽ പോലും അവിടെ എത്താൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് പോലും വേണ്ട. എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്? ആംബുലൻസ് വരാതെ എടുക്കാൻ പറ്റില്ല ഒരു കട്ടായം പറയാം. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കുട്ടിയുടെ കാലിൽ കൂടെ മാത്രമാണ്, അത് മുട്ടിന് താഴെ അവിടെ മാത്രമാണ് ഈ ലോറി കയറി ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ അവിടെ മാത്രമാണ് ഒടിവ് സംഭവിച്ചിരിക്കുന്നത്. മറ്റുള്ള പരിക്കുകളൊന്നും ഈ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ആ പെൺകുട്ടിയും അതിനോടൊപ്പം നിൽക്കുന്ന ചെറുപ്പക്കാരും പറയുന്നുണ്ട്. പക്ഷെ കൂടി നിന്ന ഒരാളും ആംബുലൻസ് വരാതെ ഈ കുട്ടിയെ എടുക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. ഞാൻ വരുമ്പോൾ തന്നെ ആക്സിഡന്റ് ആയിട്ട് 10 മിനിറ്റ് പിന്നിട്ടിരുന്നു. പിന്നീട് ഞാൻ വന്നു കഴിഞ്ഞ ശേഷം ഏകദേശം 10 മിനിറ്റിനടുത്ത് ആ പെൺകുട്ടി അവിടെ കിടക്കുകയാണ്, ചോരയും ഒലിപ്പിച്ചു. എതിർക്കുന്നവരെ അവഗണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ബലമായിട്ട് ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. വരുന്ന വാഹനം തടഞ്ഞു നിർത്തി ഈ കുട്ടിയെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഈ പാഞ്ഞു വരുന്ന വാഹനങ്ങളിൽ പലരും സ്ലോ ചെയ്തതിനു ശേഷം ഈ കാഴ്ച കാണുകയാണ്. ഈ കുട്ടിയുടെ നിലവിളിയും ആൾക്കൂട്ടവും എല്ലാം കണ്ട് ആസ്വദിച്ച് ഈ ചോര ഒലിപ്പിച്ച് കിടക്കുന്ന ഈ പെൺകുട്ടിയെ ഇവരിങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിച്ച് എന്തോ ഒരു കാഴ്ച വസ്തുവിനെ കാണുന്നത് പോലെ സ്ലോ ആക്കി കണ്ട് ആസ്വദിച്ചവർ പോവുകയാണ്. അങ്ങനെ പോകുന്ന ഒരു വാഹനത്തിന് ഡ്രൈവിംഗ് സീറ്റിൽ എടുത്ത് ഞാൻ ചെന്ന് ചോദിച്ചു, ഈ കുട്ടിയെ നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം? അപ്പോൾ അയാൾ പറയാം, എനിക്ക് ചോര കണ്ട തല ഇറങ്ങുന്നുണ്ട്. അവസാനം അതിലൂടെ ഒരു ഓട്ടോറിക്ഷ വന്നു. ആ ഓട്ടോറിക്ഷ ഡ്രൈവറോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് ആ വണ്ടി റിവേഴ്സ് എടുത്ത് കുട്ടിയെ അതിലേക്ക് എടുത്ത് കയറ്റാൻ വേണ്ടി തുടങ്ങിയപ്പോഴേക്കും ആ പെൺകുച്ചിന് കാലക്കൂടെ വണ്ടി കയറിയിട്ടുണ്ട്. കാല് നീട്ടി നമുക്ക് വെൽക്കറിനോട് ഉണ്ടാവുന്നേ തൊട്ടടുത്തല്ലേ. അത് കുഴപ്പമില്ല, വന്നേ മോനെ ഒരു മിനിറ്റ്. ആംബുലൻസ് നോക്കുന്നില്ല, വണ്ടിയിലോട്ട് കയറ്റുക. ആ വണ്ടിയിലോട്ട് കയറ്റുക. കാല് ചുളുങ്ങാതെ സ്റ്റഡി ആയിട്ട് ആ വണ്ടിയിലോട്ട് കയറ്റിയാൽ മതി. വേറെ ഒന്നും ഇപ്പൊ നോക്കണ്ട കേട്ടോ. ഡോണ്ട് വരി. വെൽക്കറിനോട് കൊണ്ടുവന്നേ. കാല് ചുളുങ്ങാതെ ശരിയാണ്. പക്ഷെ വണ്ടി വന്നില്ലെങ്കിൽ നമ്മൾ ജീവിതകാലം മൊത്തം പോകും. വലിയ ടാങ്കർ ലോറിയുടെ ടയറുകൾ കയറി ഇറങ്ങിയ കുട്ടിയുടെ കാലിൽ നിന്നും
തുടർച്ചയായി രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കൂടി നിൽക്കുന്ന ആർക്കും ഇതൊരു പ്രശ്നമേ അല്ല. ആംബുലൻസ് വരാതെ എടുക്കാൻ സമ്മതിക്കില്ല. ആംബുലൻസ് വരുന്നതും കാത്ത ആ പെൺകുട്ടി അവിടെ കിടന്നിരിക്കണം. ആ പെൺകുട്ടിയുടെ നിലവിളി ശബ്ദം ഇങ്ങനെ തുടർച്ചയായി ഉയർന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു എന്താ പറയാ ഹൃദയഭേദകം എന്നൊക്കെ പറയുന്നത്. കാരണം വെച്ചാൽ ഒരു നിവൃത്തിയുമില്ല. ആ പെൺകുട്ടിക്കാണെങ്കിൽ പാതി ബോധം, ഇടയ്ക്ക് ബോധം വരും, ഇടയ്ക്ക് ബോധം പോകും. ആ ബോധം വരുമ്പോൾ അതിന്റെ ജീവിതം അവിടെ അവസാനിക്കുകയാണോ എന്നുള്ള ആ ഒരു ചിന്തപ്പാടായിരിക്കാം ആ കുട്ടിയുടെ നിലവിളി എന്ന് പറയുന്നത്. മരട് പോലീസ് എത്തി. പെൺകുട്ടിയുടെ പരിക്ക് പറ്റിയ കാലിന് ഇളക്കം തട്ടാതെ മെല്ലെ ഓട്ടോറിക്ഷയിലേക്ക് കയറ്റാൻ തുടങ്ങിയപ്പോൾ ആളുകൾ ബഹളം വെച്ചു. ഒരു കാരണവശാലും എടുക്കാൻ സമ്മതിക്കില്ല എന്നായി അവർ. ഇതൊക്കെ കണ്ട് ഭയന്ന ഓട്ടോ ഡ്രൈവർ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് പാഞ്ഞുപോയി. മരട് പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി. ആ വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാമല്ലോ എന്ന് വിചാരിച്ചു. എന്തായാലും ഭാഗ്യമെന്ന് പറയട്ടെ, എറണാകുളം ഭാഗത്തു നിന്ന് ഒരു ആംബുലൻസ് വളരെ അവിചാരിതമായിട്ട് ഇതിലൂടെ കടന്നു പോവുകയാണ്. ആ ആംബുലൻസ് ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ട് വന്നു. ആ ആംബുലൻസിൽ കുട്ടിയെ എടുത്ത് കയറ്റി നേരെ ഈ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തി. പക്ഷെ അപ്പോൾ ഓർക്കണം, ആക്സിഡന്റ് നടന്ന് ഏകദേശം 20-25 മിനിറ്റിന് ശേഷമാണ് ഈ കുട്ടിയെ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുന്നത്. 20-22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അതിന്റെ മുന്നിൽ ജീവിതം. നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടതാണ്. മനുഷ്യത്വം എന്താണ്, സ്നേഹം എന്താണെന്നുള്ളത് അത് കാണിച്ചു തന്നാരാണ് ഹൈക്കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള MP സ്നേഹലത മേഡം. ബസ്സടിച്ച് താഴെ വീണ ഒരു സ്ത്രീയുടെ കാലിൽ കൂടെ അതേ ബസ് കയറി ഇറങ്ങി. വാഹനങ്ങളിൽ പോകുന്നവരെല്ലാവരും കാഴ്ചക്കാരായപ്പോൾ സ്നേഹലത മേഡം വാഹനം അവിടെ നിർത്തി അവരുടെ ഔദ്യോഗിക വാഹനത്തിൽ ഈ ചോരയൊലിപ്പിച്ച് റോഡിൽ കിടക്കുന്ന സ്ത്രീയെ കയറ്റി തൊട്ടടുത്തുള്ള എറണാകുളം മെഡിക്കൽ സെന്ററിൽ എത്തിച്ചു. ശേഷം 1 മണിക്കൂറോളം ആശുപത്രിയിൽ മാഡം ചെലവഴിച്ചു. ആ സ്ത്രീക്ക് എന്താണ് വേണ്ടത്, അവർക്ക് വേണ്ട കരുതലെല്ലാം കൊടുക്കുവാൻ ഹോസ്പിറ്റൽ അധികൃതരോട് മാഡം ആവശ്യപ്പെടുകയാണ്. രാവിലെ 9 മണി സമയത്ത് ഈ വളരെ വലിയ ബ്ലോക്കിൽ കൂടെ ഹൈക്കോടതിയിൽ എത്തേണ്ടതാണ് മാഡത്തിന്. തന്റെ തിരക്കുകളെല്ലാം മേടിച്ചുകൊണ്ട് ആ സ്ത്രീയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. വളരെ വൃത്തിയുള്ള ഔദ്യോഗിക വാഹനത്തിൽ ഈ സ്ത്രീയെ കയറ്റി കഴിഞ്ഞാൽ ഒരുപാട് രക്തം ആ വണ്ടിയിൽ പറ്റും. അതൊക്കെ ഓർത്ത് വേണമെങ്കിൽ മാഡത്തിന് അവരെ അവഗണിക്കാമായിരുന്നു. എത്രയോ പേർ പോകുന്നുണ്ട്, അവരിൽ ആരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും മാഡം വിചാരിച്ചില്ല. കോടതിയിൽ എത്തിയതിനു ശേഷവും ആ അമ്മ മനസ്സ് കൃത്യമായ ഒരാളെ പറഞ്ഞ് ഈ ഹോസ്പിറ്റലിലേക്ക് അയക്കുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഈ പേഷ്യന്റിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് ജഡ്ജി അന്വേഷിക്കുകയാണ്. മനുഷ്യ സ്നേഹത്തിന്റെ പ്രതിരൂപമായിട്ട് ജസ്റ്റിസ് മാറുകയാണ്. ഇന്നലെ ആക്സിഡന്റ് ആയിട്ട് ജസ്റ്റിസ് മാഡം അവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നില്ലേ? ആളുടെ ഹസ്ബൻഡ് അല്ലേ? നിങ്ങൾ രണ്ടുപേരുടെയാണോ പോയത്? നിങ്ങൾക്ക് എന്തെങ്കിലും ആവത്ത് പറ്റിയോ? വീഴ്ചയിൽ ഇങ്ങനെ ശരീരത്തിൽ വേദന, നല്ല വേദന ഉണ്ട്. ബസ്സിന്റെ തൊട്ട് പുറകെ കാറുണ്ടായിരുന്നു. അപ്പൊ അവര് എന്നെ കൈയോടെ അതിലോട്ട് കയറ്റാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ നേരെ തൊട്ടടുത്തുണ്ടായിരുന്നത് EMC ആയിരുന്നു. അവിടെ കൊണ്ടുപോയി. മാഡം അവിടെ വേണ്ട നിർദ്ദേശങ്ങളെ കൊടുത്തിട്ട് പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു. വളരെ ഒരു ശ്ലാഘനീയമാണ്. എന്താ പറയുക, നമുക്ക് അതിന് പറയാൻ വാക്കുകളില്ല. അവരപ്പം തന്നെ നിർത്തി എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ അവരുടെ ഗൺമാനും ഡ്രൈവറും ഇറങ്ങി വന്ന് നമുക്ക് ഈ വണ്ടിയിലോട്ട് കയറ്റിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ പോയി വിളിക്കുകയല്ല ചെയ്തത്, അവരിങ്ങോട്ട് വരിക ചെയ്തത്. പിന്നെ അവർ ഇന്നലെ അവരുടെ ഒരു ഹോസ്പിറ്റലിലോട്ട് അയച്ചിരുന്നു വിവരങ്ങൾ അറിയാൻ വേണ്ടി. കോടതിയിൽ നിന്ന് ഒരാളെ ഹോസ്പിറ്റലിലേക്ക് അയച്ചല്ലേ വിവരങ്ങൾ? നമസ്കാരം. ഓക്കെ സാർ, ഇത് വൈറ്റ്ല ജംഗ്ഷനിൽ സാറാണോ? ഇപ്പോ ഞാൻ ട്രാഫിക് ചെയ്യാണ്. ഈ കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി ആ പടിയല്ല എടുത്ത് കിടത്തിയത്. രാത്രി 10 മണി കഴിയുമ്പോൾ ഞാൻ വരുമ്പോ ആ പെൺകുട്ടി ചോര ഒലിപ്പിച്ച് അവിടെ കിടക്കുക. ഒരു ഒട്ടനവധി വലിയൊരു സമൂഹം ചുറ്റിലും കൂടി നിൽക്കുന്നത്. എന്താ സാർ നമുക്ക് ഇങ്ങനെയുള്ള അവസ്ഥകൾ ചെയ്യാൻ പറ്റുക? മാക്സിമം ശ്രമിക്കേണ്ട ഒരു ആക്സിഡന്റ് ആയ വ്യക്തിയുടെ ആ സമയത്തെ അവസ്ഥ എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്യുക. അയാൾക്ക് ബ്രീത്തിങ് ഉണ്ടോ, അല്ലെ അയാളുടെ ബ്ലീഡിങ് എത്രയാണ്, അല്ലെ എവിടെയാണ് മുറിവ്. ഇപ്പോൾ ഒരാൾ കോൺഷ്യസ്നെസ് അല്ലാത്ത ഒരാളാണെങ്കിൽ അയാളെ കൃത്യമായിട്ട് നമ്മളൊരു നല്ലവണ്ണം ഒന്ന് മലർത്തി കിടത്തുക. അയാളുടെ ഈ റെസ്പിറേറ്ററി ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ നോക്കുക. അതുപോലെ ഹെൽമെറ്റ് വെച്ചാലാണെങ്കിൽ അതുപോലെ ഒരു റെസ്പിറേറ്ററി ഇഷ്യൂ ഉണ്ടാകാതിരിക്കാനായിട്ട് അത് ക്ലിയർ ആയിട്ട് റിമൂവ് ചെയ്യാൻ നോക്കുക. അയാൾക്ക് എവിടെയാണ് ഇഞ്ചുറി എന്ന് നമ്മൾ അസസ് ചെയ്യുക. കൂടാതെ നമുക്ക് അയാൾക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട ആളാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. അതിന് CPR കൊടുക്കേണ്ട അവസ്ഥ വരും പലതരത്തിലും. ഇത് അറിയാവുന്നവർ മാത്രം അറ്റൻഡ് ചെയ്യുക. കൂടാതെ അയാളുടെ ഇപ്പോൾ ഒരു കാലയിലാണ് ഇഞ്ചുറി. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ആ പെൺകുട്ടിക്ക് കാലയിലാണ് ഇഞ്ചുറി എങ്കിൽ ആ കാല് മടങ്ങാത്ത രീതിയിൽ ഏത് വീക്കിലെ വേണേലും കൊണ്ടുപോകും. കാരണം ഇവിടുന്ന് എനിക്ക് തോന്നുന്ന ഈ വെൽക്കെയർ വരെ എനിക്ക് തോന്നുന്ന 50 മീറ്റർ പോലും ഇല്ല. വേണമെങ്കിൽ എടുത്തോണ്ട് വേണേ പോവാം. അപ്പൊ അതിനൊരു ആംബുലൻസിന്റെ സഹായം കാത്തു നിൽക്കുന്ന ഒരു ബ്ലീഡിംഗ് ആക്കിയ ഒരു ആക്സിഡന്റ് കേസിൽ ഒരാളെ അവിടെ ഇട്ടേക്കുക എന്ന് പറഞ്ഞാൽ ഉചിതമല്ല. അത് പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി എന്ന് പറഞ്ഞ സാധനം നമുക്ക് പുറമെ വിസിബിൾ അല്ല, ആൾക്കൊരു കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇന്റേണൽ ഇഞ്ചുറി കാണുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് കിടത്തിക്കൊണ്ട് പോകാവുന്ന, അതായത് അയാളുടെ ഒരു ബോഡി പോസ്ചർ പോകാത്ത രീതിയിൽ കിടത്തിക്കൊണ്ട് പോകുന്ന വ്യക്തി കൊണ്ടുപോകാൻ
എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചലനം തട്ടാതെ വേണമെങ്കിൽ കൊണ്ടുപോകാം, ഒരു പ്രശ്നവുമില്ല. ഒരാൾക്ക് കോൺഷ്യസ്നെസ് ഇല്ല, അല്ലെങ്കിൽ അയാൾക്ക് ഒരു ഇഞ്ചുറി ഇവിടെയുണ്ട്, നമ്മുടെ ഒരു വൈറ്റൽ പാർട്ടിലുണ്ട്, അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അത് കോൺഷ്യസ് ആയിരിക്കണം. അയാൾക്ക് ശ്വാസമുണ്ടോ എന്നുള്ള കാര്യം, അയാൾ കോൺഷ്യസ് ആണോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തിയിട്ട് CPR തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ ഇതായിരിക്കണം. നമ്മൾ ഒരു കാഴ്ചക്കാരായിട്ട് നിൽക്കരുത്, കാരണം അതൊരു മനുഷ്യജീവനാണ്. ആ കുട്ടിയും പറയുന്നുണ്ട്, കൂടെയുള്ളവരും പറയുന്നുണ്ട്, കാലിൽ കൂടി ടയർ കയറി ഇറങ്ങി, അതല്ലാതെ മറ്റ് ശരീരഭാഗങ്ങൾ എവിടെയും മറ്റു മുറിവുകളില്ല എന്നുള്ളത് ആ കുട്ടിയും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെ അവൈലബിൾ വെഹിക്കിൾ ഏതാണ്ട് കൊണ്ടുപോയാൽ മതി. ഇഞ്ചുറി ഉണ്ടാകാത്ത രീതിയിൽ കാല് നീട്ടി വെച്ച് പോകത്തക്ക രീതിയിൽ ഒന്ന് കൊണ്ടുപോയാൽ മതി. ഇഞ്ചുറി പറ്റിയ ആൾ അവിടെ കടന്ന് ഒരു രക്തം വാർന്ന് മരിക്കുന്നേക്കാളും ഭേദമാണ് അയാളെ നിയർ ബൈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. കാരണം ഇത് 50 മീറ്ററേ ഉള്ളൂ. 50 മീറ്റർ പോയി എന്നോർത്ത് നമുക്കൊരു വൈറ്റൽ പാർട്ടിലല്ല ഇഞ്ചുറി എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവൈലബിൾ വെഹിക്കിളെ കൊണ്ടുപോകാവുന്നേ ഉള്ളൂ. ഈ പാഞ്ഞു വരുന്ന ബൈക്കിലിരുന്ന ആ ഒരു പെൺകുട്ടിയും പയ്യനും അവർ രണ്ടുപേരും ഈ ഗ്രീൻ സിഗ്നൽ കണ്ടു. അവർ നേരെ ഇത് ക്രോസ് ചെയ്ത് ഒറ്റ പോക്കം കൊണ്ട് പോവുകയാണ്. ഗ്രീൻ സിഗ്നൽ എന്ന് പറയുന്നത് നേരെ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകാന്നുള്ളതാണ്. പക്ഷെ ദൂരത്തുനിന്ന് കാണുമ്പോഴാണെങ്കിൽ ഇനി അടുത്തുനിന്ന് കണ്ടാലും ഈ അരമാർക്ക് കണ്ടു കഴിഞ്ഞാൽ നേരെ പോവുക എന്നുള്ളതാണ് പെട്ടെന്ന് ധരിക്കുന്നത്. ആലപ്പുഴ തിരുവനന്തപുരം ഭാഗത്തു നിന്നും വന്ന ഒരു ലോറി ഈ ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കുകയാണ്. ഈ പയ്യൻ തെറിച്ച് തലയടിച്ച് വീഴുന്നു. ആ പെൺകുട്ടി നിലത്ത് വീണു. ആ പെൺകുട്ടിയുടെ കാലിൽ കൂടെ ഈ ലോറി കയറി ഇറങ്ങി പോവുകയാണ്. പിന്നീട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ ആ പെൺകുട്ടിയെ കണ്ടു. ആ പെൺകുട്ടിയുടെ പിതാവിനോട് പറഞ്ഞത് ആ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമാണ് ആ പെൺകുട്ടി എന്നുള്ളതാണ്. അച്ഛന് സുഖമില്ല, അമ്മയും പ്രായമായതാണ്, പിന്നെയുള്ള ഇളയ സഹോദരനാണ്. ഈ കുട്ടിയുടെ പഠിപ്പും ആ കുടുംബത്തിന്റെ ചെലവുമെല്ലാം ഈ പെൺകുട്ടിയുടെ തോളിലാണ്. അവൾ ജോലി ചെയ്യുന്ന ആ വരുമാനത്തിലാണ് ആ കുടുംബം കഴിഞ്ഞു പോകുന്നത്. എന്തൊക്കെയോ രീതിയിലുള്ള നിർമ്മിതികളാണ് ഈ പാലത്തിനടിയിൽ മുഴുവൻ പണിതീർത്ത് വെച്ചിരിക്കുന്നത്. ഇതിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ല, എങ്ങോട്ട് തിരിയണമെന്ന് അറിയാൻ പാടില്ല. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഗ്രീൻ ലൈറ്റുകളുടെ പെരുന്നാളാണ്. ഈ ഗ്രീൻ ലൈറ്റുകൾ നോക്കി ഈ ഏതെങ്കിലും വാഹനം ഓടിച്ചു പോയാലോ അവർക്കെല്ലാം പോലീസ് ഫൈൻ അടിക്കുകയും ചെയ്യും. ഇതാണ് വൈറ്റിലെ അവസ്ഥ. നോക്കൂ നോക്കൂ, ഇതിലൂടെ വരുന്ന വാഹനങ്ങൾക്കും ആംബുലൻസിനും എല്ലാവർക്കും കൺഫ്യൂഷനാണ്. ഇതിലൂടെ കയറി എങ്ങോട്ട് പോകണം എന്നുള്ളത് ആർക്കും അറിയില്ല. ഗ്രീൻ സിഗ്നൽ കണ്ടിട്ടാണ് ഈ കാർ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഗ്രീൻ സിഗ്നൽ ആണ് അതിന് കാരണം. കാരണം ദൂരത്തുനിന്ന് കാണുന്ന ആളുകൾക്കാണെങ്കിലും ഈ സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അങ്ങോട്ടാണോ പോകേണ്ടത് അതോ ഇങ്ങോട്ടേക്കാണോ പോകേണ്ടത് എന്നുള്ള അവരുടെ കൺഫ്യൂഷൻ. അവർ അറിഞ്ഞുകൊണ്ട് റോങ് സൈഡ് കയറി വരുന്ന അല്ല ഇത്. ഇതിലൂടെ അങ്ങോട്ട് തിരിയാൻ പാടില്ല. നമ്മൾ ഇവിടുന്ന് മെല്ലെ റിവേഴ്സ് എടുത്താൽ മതി, തിരക്ക് പിടിക്കണ്ട. എടുത്തു മെല്ലെ റിവേഴ്സ് എടുത്തു. ഈ KSRTC ബസ് ഈ ഗ്രീൻ സിഗ്നൽ കണ്ടിട്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. അതൊരു നമ്മൾ ചിന്തിക്കുക. കാരണം സൈൻ ബോർഡുകളും കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്നതിന്റെ ഒരു അപാകതയാണ് അതിന് കാരണം. വന്ന് പോലീസ് ഇടപെട്ട് ആ വണ്ടി അങ്ങോട്ട് തിരിച്ചു വിടുകയാണ്. നാനാവിധമായിട്ട് കിടക്കുക. ഇത് അധികൃതർ വളരെ കാര്യമായിട്ട് മനസ്സിലാക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഒട്ടനവധി മരണങ്ങൾ, ഒട്ടനവധി ആക്സിഡന്റുകൾ ഇവിടെ ഇനി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കളക്ടറും കമ്മീഷണറും നമ്മുടെ മന്ത്രിമാരും കോർപ്പറേഷനും PWDയും അങ്ങനെ ഒട്ടനവധി ഓഫീസർമാരും മന്ത്രിമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നമ്മുടെ എല്ലാവരോടും ഞാൻ പറയാം, ചായ കുടിച്ചുകൊണ്ട് ഇത് പറയുന്നുണ്ട്. നിങ്ങൾ ആരും ഇതിനെ മുഖവിലേക്ക് എടുക്കാതിരിക്കരുത്. മനി ചായ ഒന്ന് കുടിച്ചടാ, സീരിയസ് ആയിട്ട് പറയട്ടെ. അപ്പൊ സീരിയസ് ആയിട്ട് പറയാം, രാത്രി സമയങ്ങളിൽ ഈ പാലത്തിനടിയിൽ ഒട്ടനവധി ആക്സിഡന്റുകളും. ഞാൻ ഒന്ന് ഓർത്ത് നോക്കൂ, 22 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ആ കൊച്ചിന്റെ ജീവിതം അവതാളത്തിലായില്ലേ? അതിന്റെ കാല് പൊട്ടിപ്പൊട്ടിയായി പോയി, ലോറി കയറി ഇറങ്ങി. ഇങ്ങനെ എത്രയോ ആക്സിഡന്റുകളാണ് രാത്രി സമയങ്ങളിൽ ഇവിടെ നടക്കുന്നത്. ഇതിനൊക്കെ ഒരു സമാധാനം കണ്ടെത്തണ്ടേ? ഇതിങ്ങനെ വിട്ടാൽ എങ്ങനെ ശരിയാവുന്നത്? നമ്മുടെ PWD ഉദ്യോഗസ്ഥർക്കൊക്കെ എന്താണ് പണി? ശമ്പളം മേടിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഈ ഞം അടിച്ചിട്ട് ഇങ്ങനെ ഓഫീസിൽ ഇരുന്നാൽ മതിയോ? ലീവ് എടുക്കുക, ലീവ് എടുത്താലും ശമ്പളം, ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പണിയെടുക്കുന്നത്? ഇവിടെ വന്ന് ഈ പാലത്തിനടിയിൽ സ്കെച്ചുമായിട്ട് വന്നിട്ട് ഇതിനൊന്ന് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനങ്ങൾ ഇവിടെ പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എന്തിനാണ് പിന്നെ PWD വകുപ്പും ഈ കോർപ്പറേഷനും ഒക്കെ ഇവിടെ ഇങ്ങനെ ഭരിക്കുന്നത്? അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ചാൽ നമ്മുടെ നാട് നന്നാക്കാൻ വേണ്ടി പറ്റും. അറ്റ്ലീസ്റ്റ് വൈറ്റിലെ ഈ പാലത്തിന്റെ പ്രശ്നത്തിനെങ്കിലും ഒരു പരിഹാരമാകൂ പ്ലീസ്.